പറഞ്ഞു. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അതേ കൂട്ടുകാരെ, 2000 വർഷങ്ങൾക്കപ്പുറം ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ലോകരക്ഷകൻ പിറന്നതിന്റെ ഓർമ്മ പുതുക്കലിന് ഒരുങ്ങുകയാണ് നമ്മൾ. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ആഗതമാകുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഈ അവസരത്തിൽ ഏവർക്കും നേരുന്നു. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, മനോഹരമായ പുൽക്കൂടുകൾ, കാതിൽക്ക് ഇമ്പമേകുന്ന കരോൾ ഗാനങ്ങൾ, സമ്മാനപ്പൊതികളുമായി സാന്റാക്ലോസുമാർ, അങ്ങനെ നിറമുള്ള എത്ര കാഴ്ചകളും കുളിർമ പകരുന്ന ഓർമ്മകളും. ഇന്നും ആഘോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ദിനങ്ങൾ. എന്നാൽ വെറും ആഘോഷത്തിൽ ഒതുങ്ങേണ്ടതാണോ ഈ പുണ്യദിനം? തീർച്ചയായും അല്ല. സ്നേഹം നിഷേധിക്കപ്പെടുന്നവരും സമൂഹം പുറന്തള്ളുന്നവരും ഇല്ലേ നമുക്കിടയിൽ? ഈ ആഘോഷവേളയിൽ അവരെ നമുക്ക് ഓർക്കാം. ഇടിയന്മാരുടെ ഇടിയനായി കാലിത്തൊഴുത്തിൽ പിറന്ന ദിവ്യസുതന്റെ സ്നേഹത്താലായിരുന്നുകൊണ്ട് ആ സ്നേഹാഗ്നി അവയിലേക്ക് നമുക്ക് ആളിപ്പടർത്താം. വിനീതനായി കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണീശോയെ പോലെ നമുക്കും വിനീതരായി ജീവിക്കാം. രോഗങ്ങളും ദുരിതങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ കാലത്ത് സമാധാനത്തിന്റെ കുളിർമ പകരുന്നവരാകാം. മനസ്സിൽ പ്രത്യാശയുടെ നക്ഷത്രങ്ങൾ തെളിച്ചും ഹൃദയത്തിൽ നന്മയുടെ പുൽക്കോടൊരുക്കിയും ക്രിസ്മസിനെ നമുക്ക് വരവേൽക്കാം. ഏവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ. ജയ് ക്രൈസ്റ്റ്.